നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മധ്യപൂർവേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ബ്രിട്ടൻ സർക്കാർ ചാർട്ട് ചെയ്ത വിമാനം സ്റ്റാൻഡേർഡ് എയർപോർട്ടിലെത്തി. സർക്കാർ ഒരുക്കിയ ഈ വിമാനം പുറപ്പെട്ടത് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും. ബ്രിട്ടീഷ് സർക്കാർ ഒരുക്കിയ വിമാനത്തിലെത്തിയത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ. സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മേഖലയിൽ നിന്നും ആളുകളെ ഘട്ടം ഘട്ടമായി ഒഴിപ്പിക്കും. യുകെയിൽ പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ പ്രഖ്യാപിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിനെതിരെ ലേബർ എംപിമാർ. യുഎസിൽ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ പിന്തുടരുന്നു എന്നാണ് എംപിമാരുടെ ആരോപണം. എതിർപ്പ് ഉയർന്നാലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഷബാന മഹ്മൂദ്. യുകെയുടെ പെർമനന്റ് അഭയാർത്ഥി പദവി അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ്. സഹായം ആവശ്യമില്ലാത്ത അഭയാർത്ഥി അപേക്ഷകർക്ക് ഇനി ഇത് ലഭിക്കില്ല. ഇറാനിലെ യുഎസ് സൈനിക നടപടികൾ അവസാനിപ്പിച്ചാൽ തന്റെ ഭരണകൂടം ക്യൂബയിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിയാമിയിലെ ക്യൂബൻ പാരമ്പര്യമുള്ളവരോട് ക്യൂബയിലേക്ക് മടങ്ങാൻ തയ്യാറാകണമെന്നും ക്യൂബ യുഎസുമായി ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ്. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്നതിടെയാണ് അടുത്ത സൈനിക നീക്കം സംബന്ധിച്ച ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്നും നാവികസേന നശിപ്പിക്കപ്പെട്ടുവെന്നും ട്രംപിന്റെ അവകാശവാദം. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഇറാന്റെ അത്യാധുനിക ഡ്രോൺ വാഹിനി കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യത്തിന്റെ കനത്ത ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ എപ്പിഫ്യൂറി എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായി. ഇറാനിൽ 1200ഓളം പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കുറവുണ്ടതായി റിപ്പോർട്ട്. സൈനിക നടപടികൾ തീവ്രമാക്കിയ അമേരിക്ക. ഇറാൻ-അമേരിക്ക ഇസ്രായേൽ യുദ്ധം 7ാം ദിവസത്തിൽ. ഇറാന്റെ ഭാവി നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ തങ്ങളുടെ പങ്ക് നിർവഹിക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊയ്സദ്ദാനിയെ സ്വീകരിക്കില്ല എന്ന ട്രംപ്. ഇറാനിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന ഒരാളാവണം അടുത്ത നേതാവെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഏതു തരത്തിലുള്ള സൈനിക നീക്കത്തെയും നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്ന് അമേരിക്കൻ സൈന്യം കരയുദ്ധത്തിന് മുതിർന്നാൽ അത് അവർക്ക് വലിയ ദുരന്തമായി മാറുമെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജ്. അസമിൽ വ്യോമസേനയുടെ സുഖ യുദ്ധവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ 2 പൈലറ്റുമാർക്ക് വീരമൃത്യു. സ്ക്വാഡ്രൺ ലീഡർ അനുജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ഗുർഗർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞ ദിവസം രാത്രി 7:40ഓടെയാണ്. വിമാനം തകർന്നു വീണത് വനമേഖലയിലാണ് എന്നാണ് റിപ്പോർട്ട്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിൽ കോൺഗ്രസ് നിലപാടിനെതിരെ ബിജെപി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഭീഷണിയായി ഗൾഫ് മേഖലയിലെ ആക്രമണം നടത്തുന്ന ഇറാനൊപ്പം ഇന്ത്യ അന്ധമായി നിൽക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്ന് ബിജെപി. എണ്ണക്കപ്പലുകളുടെ പാത തടസ്സപ്പെടുത്തുന്ന ഇറാനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്നും ബിജെപി നേതാവ് അമിത് മാളവ്യ. ആഗോള അയ്യപ്പ സംഗമത്തിനായി ചെലവഴിച്ച തുക സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചതിനേക്കാൾ കൂടുതലാണ് എന്ന് ഓഡിറ്റിംഗ് തെളിഞ്ഞതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി. സംഘവുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകളും ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന് കണ്ടെത്തൽ. ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കി റിപ്പോർട്ട് നൽകാൻ ഓഡിറ്റിംഗ് സ്ഥാപനത്തിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. തൊണ്ടി മുതൽ കേസിലെ ശിക്ഷാവിധി മരവിപ്പിച്ചാൽ ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച CPM. ആന്റണി രാജുവിനെതിരായ പ്രചരണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനും മുന്നണി തീരുമാനം. സമൂഹ മാധ്യമങ്ങളിലടക്കം ഭാര്യയ്ക്കെതിരെ ഉയരുന്ന വിമർശനത്തിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ശ്യാമള പല പദവികളും വഹിച്ചിട്ടുണ്ട് എന്നും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ആരും എതിർത്തിട്ടില്ലെന്നും പാർട്ടി സെക്രട്ടറി. വാർത്തകൾ വിശദമായി. മധ്യപൂർവേഷ്യയിൽ തുടരുന്ന സംഘർഷ സാഹചര്യം മൂലം അവിടെയുള്ള ബ്രിട്ടീഷ് പൗരന്മാരെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളുടെ ഭാഗമായി ബ്രിട്ടന്റെ ആദ്യ സർക്കാർ ചാർട്ട് ചെയ്ത വിമാനം സ്റ്റാൻഡേർഡ് എയർപോർട്ടിലെത്തി. സർക്കാർ ഒരുക്കിയ ഈ വിമാനം മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മധ്യപൂർവേഷ്യയിൽ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് സഹായമാകുന്നതാണ് ഈ പ്രത്യേക സർവീസ്. സർക്കാർ ഒരുക്കിയ ഈ വിമാനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് എത്തിയത്. സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മേഖലയിൽ നിന്നും ആളുകളെ ഘട്ടം ഘട്ടമായി ഒഴിപ്പിക്കാനാണ് തീരുമാനം. ആവശ്യമെങ്കിൽ കൂടുതൽ ചാർട്ടർ വിമാനങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാർ സുരക്ഷിതമായി എത്തുന്നതിനായി വിവിധ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളുമായി സഹകരണം ശക്തമാക്കിയിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനത്തിൽ എത്തിയ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ അനിശ്ചിതത്വവും ഭീതിയും അനുഭവിച്ച സാഹചര്യങ്ങൾ വിവരിച്ചിരുന്നു. മധ്യപൂർവേഷ്യയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അവിടെ കഴിയുന്ന ബ്രിട്ടീഷ് പൗരന്മാർ യാത്രാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അടിയന്തര സഹായത്തിനായി വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെടണമെന്നും സർക്കാർ അറിയിച്ചു. ആവശ്യമായാൽ കൂടുതൽ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ പ്രഖ്യാപിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. എന്നാൽ ഹോം സെക്രട്ടറിയുടെ നയങ്ങൾക്കെതിരെ ലേബർ എംപിമാർ തന്നെ രംഗത്ത് വന്നു. യുഎസിലെ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ പിന്തുടരുന്നു എന്നാണ് എംപിമാരുടെ ആരോപണം. എന്നാൽ എത്രയൊക്കെ എതിർപ്പ് ഉയർന്നാലും പദ്ധതി നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയ ഷബാന മഹ്മൂദ് യുകെയുടെ പെർമനന്റ് അഭയാർത്ഥി പദവി അവസാനിപ്പിക്കുന്നതായാണ് അറിയിച്ചിരിക്കുന്നത്.
കൂടാതെ സഹായം ആവശ്യമില്ലാത്ത അഭയാർത്ഥി അപേക്ഷകൾക്ക് ഇനി ഇത് കിട്ടില്ലെന്നു മാത്രമല്ല, നിയമം തെറ്റിച്ചാൽ വരിക്ക് പുറത്താകും. അഭയാർത്ഥി അപേക്ഷ തള്ളിയ 150 കുടുംബങ്ങൾക്ക് മടങ്ങിപ്പോകാൻ 40,000 പൗണ്ട് വീതം നൽകാനുള്ള പൈലറ്റ് സ്കീമും പ്രഖ്യാപനത്തിലുണ്ട്. ഈ കുടുംബങ്ങളെ ബന്ധപ്പെട്ടതായും 7 ദിവസങ്ങളിൽ തീരുമാനം അറിയിക്കാനുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന് മഹ്മൂദ് അറിയിച്ചു. ബ്രിട്ടനിലെ ജനങ്ങളുടെ ദയവ് അഭയാർത്ഥി നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുവാനും അനധികൃതമായി ജോലി ചെയ്യുവാനും ഉപയോഗിച്ചതോടെയാണ് ഈ നയം മാറ്റം. ഷബാന മഹ്മൂദ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് ജോലി ചെയ്യാൻ അനുമതിയില്ലാത്തവർക്കാണ് നികുതിദായകൻ പണം നൽകുന്ന താമസ സൗകര്യങ്ങൾ ലഭിക്കുക. റിഫോം UK പോലുള്ള തീവ്ര വലത് പാർട്ടികൾ അതിർത്തി നിയന്ത്രണം ആയുധമാക്കുന്നത് തടയാൻ ഈ നിർദ്ദേശങ്ങൾ ആവശ്യമാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടി. നയങ്ങൾ സഭയിൽ ചർച്ചയ്ക്ക് എത്തുമ്പോൾ എതിർക്കാനാണ് ചില ലേബർ MPമാരുടെ നീക്കം. UK-യിൽ 100 കണക്കിന് കൗമാരക്കാരെ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയ വിലക്കുകളും നിയന്ത്രണങ്ങളും പരീക്ഷിക്കാൻ സർക്കാർ നീക്കം. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് 3 മാസത്തെ സമഗ്ര ആലോചന ആരംഭിച്ചത്. ഏകദേശം 13 മുതൽ 15 വയസ്സ് വരെയുള്ള 150 കുട്ടികളെ ഉൾപ്പെടുത്തി നടക്കുന്ന ആദ്യ പരീക്ഷണത്തിൽ ചിലർക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായും വിലക്കുകയും ചിലർക്ക് ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം ഉപയോഗം അനുവദിക്കുകയും രാത്രി ഡിജിറ്റൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് കുട്ടികളുടെ ഉറക്കം, മാനസികാവസ്ഥ, ശാരീരിക പ്രവർത്തനം എന്നിവ വിലയിരുത്തും. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയ്ക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കണമോ എന്നത്, കുട്ടികൾ ഇത്തരം പ്രവണതകൾക്ക് അടിമകളാകുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ നിരോധിക്കണമോ എന്നതും പരിശോധിക്കും. കൂടാതെ കൃത്രിമ ബുദ്ധി, ചാറ്റ് ബോട്ടുകൾ കുട്ടികൾക്ക് നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാമോ, ചില ഗെയിം പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനം എത്രമാത്രമുണ്ട് എന്നിവയും പരിഗണിക്കും. ഇതു സംബന്ധിച്ച് NSPCC ഉൾപ്പെടെയുള്ള ചില ബാലസുരക്ഷാ സംഘടനകൾ പൂർണ്ണ വിലക്കിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിലക്ക് കൊണ്ടുവരുന്നത് കുട്ടികളെ നിയന്ത്രണമില്ലാത്ത ഇന്റർനെറ്റ് ഇടങ്ങളിൽ തള്ളിവിടാമെന്ന ആശങ്കയാണ് എന്ന് അവർ ഉയർത്തുന്നു. അതേസമയം സ്മാർട്ട് ഫോൺ ഫ്രീ ചൈൽഡ്ഹുഡ് പ്രചരണ സംഘടന 16 വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്ക് ആവശ്യപ്പെട്ട് വൻ പ്രചരണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 2.5 ലക്ഷം രക്ഷിതാക്കളോട് പ്രസ്തുത വിഷയത്തിൽ MPമാർക്ക് കത്ത് എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ കമ്പനികൾക്ക് ഉത്തരവാദിത്വം ചുമത്തണമെന്ന് സംഘടനയുടെ സഹസ്ഥാപകൻ ജോൺ റൈറ്റ് ആവശ്യപ്പെട്ടു. നാഷണൽ ഹെൽത്ത് സർവീസിൽ രോഗികളെ കാണാതെ ചില ദന്ത ഡോക്ടർമാർ സ്വകാര്യ ചികിത്സയിലൂടെ വൻ വരുമാനം നേടുന്നതിനുള്ള റിപ്പോർട്ട് പുറത്ത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ NHS ചികിത്സയിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് സ്വകാര്യ ചികിത്സയിലൂടെ ഏകദേശം 900 മില്യൺ പൗണ്ട് വരുമാനം ദന്ത ഡോക്ടർമാർ നേടിയതായാണ് റിപ്പോർട്ട്. NHS-ൽ നിന്നുമുള്ള വരുമാനം കുറഞ്ഞതും ജീവിത ചെലവുകൾ ഉയർന്നതുമാണ് പല ഡോക്ടർമാരും സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ കാരണമായത്. NHS വഴി ലഭിക്കേണ്ട പല ചികിത്സകളും ലഭ്യമാകാത്തതിനാൽ രോഗികൾ സ്വകാര്യ ക്ലിനിക്കുകളിലേക്ക് തിരിയേണ്ട സാഹചര്യം വ്യാപകമായി രൂപപ്പെട്ടു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ചില പ്രദേശങ്ങളിൽ NHS ഡെന്റിസ്റ്റിനെ കണ്ടെത്താൻ തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പലർക്കും അടിയന്തര ചികിത്സ പോലും സ്വകാര്യമായ വലിയ ചെലവിൽ നടത്തേണ്ടി വരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ദന്ത ചികിത്സാ ചെലവ് സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരമായി മാറിയിരിക്കുകയാണ്. സർക്കാർ NHS ദന്ത ചികിത്സാ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. നിലവിലെ കരാർ സംവിധാനം പരിഷ്കരിക്കാതെ പോയാൽ കൂടുതൽ ഡെന്റിസ്റ്റുകൾക്ക് NHS സേവനം ഉപേക്ഷിച്ച് സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നും അവർ പറയുന്നു. NHS സേവനം ശക്തിപ്പെടുത്തി രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ദന്ത ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് എന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ഇറാൻ യുദ്ധം മുന്നോട്ടു പോകുമ്പോൾ UK-യിലെ ഭവന ഉടമകൾക്കും വാങ്ങലുകാർക്കും തിരിച്ചടിയായി മോർഗേജ് നിരക്കുകൾ ഉയർത്താൻ ലെൻഡർമാർ. HSBC UK ഉൾപ്പെടെ പ്രധാന വായ്പാ സ്ഥാപനങ്ങൾ മോർഗേജ് നിരക്കുകൾ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ UK-യിലെ മോർഗേജ് വിപണിയിൽ വീണ്ടും സമ്മർദ്ദം വർദ്ധിക്കുന്നു. വെള്ളിയാഴ്ച മുതൽ ചില മോർഗേജ് ഓഫറുകളുടെ നിരക്കുകൾ ഉയർത്തുമെന്ന് HSBC അറിയിച്ചു. ആദ്യമായി വീട് വാങ്ങുന്നവർ, വീട് മാറ്റുന്നവർ, റീമോർഗേജ് ചെയ്യുന്നവർ, ബൈ ടു ലെറ്റ് ഉടമകൾ എന്നിവർക്ക് ഇത് തിരിച്ചടിയാകും. അതേസമയം കവൻട്രി ബിൽഡിംഗ് സൊസൈറ്റിയും തിങ്കളാഴ്ച മുതൽ ചില മോർഗേജ് നിരക്കുകൾ ഉയർത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതോടെ നാഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റിയും സമാനമായ പാതയിലാണ്. വായ്പാ നിരക്കുകൾ സംഭവിക്കുന്ന ഈ മാറ്റത്തിന് പ്രധാന കാരണം സ്വാപ്പ് റേറ്റുകൾ ഉയർന്നതാണ്. ഫിക്സഡ് മോർഗേജ് നിരക്കുകൾ നിശ്ചയിക്കുമ്പോൾ ബാങ്കുകൾ ഈ സ്വാപ്പ് നിരക്കുകൾ അടിസ്ഥാനമാക്കുന്നതിന് വിപണിയിലെ മാറ്റങ്ങൾ നേരിട്ട് ലോൺ ചെലവിനെ ബാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണി മാറ്റങ്ങൾ കാരണം ചില മോർഗേജ് നിരക്കുകൾ പരിഷ്കരിക്കേണ്ടി വരുമെന്നും കവൻട്രി ബിൽഡിംഗ് സൊസൈറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഉപഭോക്താക്കൾക്ക് മത്സരക്ഷമമായ വായ്പാ ഓപ്ഷനുകൾ നൽകാനുള്ള ശ്രമം തുടരുമെന്നും അവർ അറിയിച്ചു. വിപണിയിലെ അനിശ്ചിതത്വം ഈ വർധനവിന് പിന്നിലെ പ്രധാന ഘടകമാണെന്നും വിദഗ്ധർ പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ഉയർന്ന പണപ്പെരുപ്പ സാധ്യതകൾ സൃഷ്ടിച്ചതോടെ പലിശ നിരക്ക് കുറയ്ക്കൽ വൈകാനോ താൽക്കാലികമായി നിർത്തിവെക്കാനോ സാധ്യതയുണ്ട് എന്നാണ് വിപണിയുടെ വിലയിരുത്തൽ. ഇതോടെ ബാങ്കുകൾക്ക് ഫിക്സഡ് മോർഗേജ് നിരക്കുകൾ നിശ്ചയിക്കാനുള്ള ചെലവ് കൂടുകയും അതിന്റെ പ്രതിഫലനമാണ് വായ്പാ നിരക്കുകൾ ഉയരുന്നതിലൂടെ കാണുന്നതെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു.
ഇറാനിലെ US സൈനിക നടപടികൾ അവസാനിച്ചാൽ തന്റെ ഭരണകൂടം ക്യൂബയിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവിടെ സംഭവിക്കുന്നത് അത്ഭുതകരമാണ്. ഇത് ആദ്യം പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് സമയത്തിന്റെ ഒരു പ്രശ്നം മാത്രമായിരിക്കുമെന്ന് ട്രംപ്. മേജർ ലീഗ് സോക്കർ ചാമ്പ്യന്മാരായ ഇന്റർ മിയ ഫുട്ബോൾ ക്ലബിന്റെ ആഘോഷ പരിപാടിയിൽ വൈറ്റ് ഹൌസിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇപ്രകാരം വ്യക്തമാക്കിയത്. നിങ്ങളും നിരവധി ആളുകളും ക്യൂബയിലേക്ക് മടങ്ങാൻ പോകുന്നു എന്നും ട്രംപ് പറഞ്ഞു. മിയാമിയിലെ ക്യൂബൻ പാരമ്പര്യമുള്ളവരോടാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന. ക്യൂബ US-ഉമായി ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് അടുത്ത സൈനിക നീക്കം സംബന്ധിച്ച ട്രംപ് സൂചന നൽകിയിരിക്കുന്നത്. US-ഉം ഇസ്രായേൽ സൈന്യവും ശത്രുവിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് തുടരുകയാണ് എന്നും ട്രംപ് ഇറാനിലെ യുദ്ധം സംബന്ധിച്ച് പരാമർശിച്ചു. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അതിശയകരമായി പ്രവർത്തിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ സൈനിക ശേഷി വളരെയധികം തകർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർക്ക് വ്യോമസേനയില്ല, വ്യോമ പ്രതിരോധമില്ല. ഇറാന്റെ നാവികസേന നശിപ്പിക്കപ്പെട്ടു എന്നും ട്രംപ് പറഞ്ഞു. US 3 ദിവസത്തിനുള്ളിൽ 24 കപ്പലുകൾ തുടച്ചു നീക്കിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയെ പിടിച്ചുലച്ചുകൊണ്ട് ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം 7ാം ദിവസത്തിലേക്ക് കടന്നു. ഫെബ്രുവരി 28-ന് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തോടെയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കമായത്. മേഖലയിൽ ഉടനീളം യുദ്ധം അതിവേഗം വ്യാപിപ്പിക്കുകയാണ്. അതുവരെ ഇറാനിൽ 1200ഓളം പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ വലിയ കുറവുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും അമേരിക്ക തങ്ങളുടെ സൈനിക നടപടികൾ തീവ്രമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ 90%, ഡ്രോൺ ആക്രമണങ്ങൾ 83% കുറവുണ്ടതായി US സെൻട്രൽ കമാൻഡർ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ അറിയിച്ചു. ഇറാന്റെ നാവിക മിസൈൽ ശേഷി തകർക്കാൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്ക ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ഇറാന്റെ ഒരു കൂറ്റൻ ഡ്രോൺ കാരിയർ ഉൾപ്പെടെ 30-ലധികം കപ്പലുകൾ US തകർത്തെറിഞ്ഞു. B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളിൽ 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ തുളയ്ക്കുന്ന ബോംബുകളും വർഷിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഇറാന്റെ അത്യാധുനിക ഡ്രോൺ വാഹിനി കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യത്തിന്റെ കനത്ത ആക്രമണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച ഈ ആക്രമണം നടന്നത്. 2ാം ലോക മഹായുദ്ധകാലത്തെ വിമാനവാഹിനി കപ്പലുകളുടെ അത്രയും വലിപ്പമുള്ള ഡ്രോൺ വാഹിനി കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന് പിന്നാലെ കപ്പലിന് തീപിടിച്ചതായി US സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു. കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ചരക്കു കപ്പലിന് രൂപമാറ്റം വരുത്തിയാണ് 2024-ൽ ഇറാൻ ഡ്രോൺ വാഹിനി കപ്പൽ ഇതിനെ മാറ്റിയെടുത്തത്. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഇതിനോട് 30-ലധികം ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ തകർക്കുകയോ മുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ വ്യക്തമാക്കി. കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ ദേന എന്ന യുദ്ധക്കപ്പൽ US മുങ്ങിക്കപ്പൽ ടോർപിയോ ഉപയോഗിച്ച് തകർത്തിരുന്നു. ഈ സംഭവത്തിൽ 87 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ടോർപിഡോ ഉപയോഗിച്ച് ഒരു ശത്രു കപ്പൽ മുക്കുന്നത് ഇത് ആദ്യമായാണ്. ഇന്ത്യയിൽ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയായിരുന്നു ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ച് കപ്പലിനെ US ആക്രമിച്ചത്. ഇതിനു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ഇറാൻ യുദ്ധക്കപ്പലായ ഇറീസ് ബുഷറിനെ ട്രിമിംഗ് തുറമുഖത്ത് നങ്കൂരമിടാൻ ശ്രീലങ്ക അനുമതി നൽകി. കപ്പലിലുണ്ടായിരുന്ന 208 നാവികരെയും കരയിലേക്ക് ഒഴിപ്പിച്ചതായും കപ്പലിന്റെ നിയന്ത്രണം താൽക്കാലികമായി ശ്രീലങ്ക ഏറ്റെടുത്തതായും ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാന്റെ ഭാവി നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് പങ്കാളിയാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ട്രംപ് ഖമേനിയുടെ മകൻ സ്വീകാര്യനല്ല എന്നും അറിയിച്ചു. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ശേഷം പരമോന്നത പദവി ഇറാൻ മകൻ മൊജ്തബ ഖമേനിക്ക് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ട്രംപ് തള്ളിയത്. ഖമേനിയുടെ മകൻ എനിക്ക് സ്വീകാര്യനല്ല. ഇറാനിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന ഒരാളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പിന്നീട് കൂട്ടിച്ചേർത്തു. വെനസ്വേലയിൽ മഡൂറയ്ക്ക് ശേഷം ഡെൽസി റോഡ്രിഗസിനെ നിയമിച്ചതുപോലെ ഇറാന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലും പങ്കാളിത്തം വഹിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഭാവി നേതൃത്വത്തിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഒത്തുതീർപ്പും ഉണ്ടാകില്ല. ആണവായുധങ്ങൾ ഇല്ലാതെ തന്നെ ഇറാനെ മനോഹരമായി നിർമ്മിക്കാൻ കഴിയുന്ന ഒരാളെ അവിടെ എത്തിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ ട്രംപ് ഇറാനിയൻ നയതന്ത്രജ്ഞരുടെ അഭയം തേടാൻ ആവശ്യപ്പെട്ടു. ലോകമെമ്പാടുമുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞരോട് അഭയം തേടാനും പുതിയത് മെച്ചപ്പെടുത്തുവാനും ഇറാൻ രൂപപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നാണ് വൈറ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ ട്രംപ് കൂട്ടിച്ചേർത്തത്. അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള യുദ്ധം തീവ്രമാകുന്ന സാഹചര്യത്തിൽ ഏതു തരത്തിലുള്ള സൈനിക നീക്കത്തെയും നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാജ് വ്യക്തമാക്കി.
അമേരിക്കൻ സൈന്യം ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ അത് അവർക്ക് വലിയ ദുരന്തമായി മാറും. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിനോ അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾക്കോ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അമേരിക്കൻ അധിനിവേശത്തെ ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ അവർക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് അരാഗ്ചി മറുപടി നൽകിയത്. യുദ്ധം തുടരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നല്ല ഇതിനർത്ഥം, മറിച്ച് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ രാജ്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ യുദ്ധത്തിൽ വിജയികളില്ല എന്ന്, നിയമവിരുദ്ധമായ ലക്ഷ്യങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയുക എന്നതാണ് തങ്ങളുടെ വിജയമെന്നും ഇതാണ് ഇതുവരെ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായി ഇനി യാതൊരുവിധ ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ല എന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലും ചർച്ചകൾ നടക്കുന്നതിനിടയിൽ അമേരിക്ക ആക്രമണം നടത്തിയ അനുഭവം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാധാനപരമായ നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് ആത്മാർത്ഥതയില്ല എന്നും ചർച്ചകളിൽ അവർ സത്യസന്ധരല്ല എന്നും അതിനാൽ അവരിൽ ഒട്ടും വിശ്വാസമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം ഇറാൻ ഭരണകൂടം സുസ്ഥിരമാണെന്നും അരാഗ്ചി അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ട സൈനിക കമാൻഡർക്ക് പകരം പുതിയ ആളുകൾ ചുമതലയേറ്റതായും പുതിയ പരമോന്നത നേതാവിനെ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ഉടൻ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.45 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.68 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 106.41 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.11 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. അസമിൽ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ 2 പൈലറ്റുമാരും വീരമൃത്യു വരിച്ചതായി വ്യോമസേന സ്ഥിരീകരിച്ചു. സ്ക്വാഡ് ലീഡർ അനൂജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പർവേഷ് ദുരക് എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്നലെ രാത്രി 7:42ഓടെയാണ് വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായത്. വനമേഖലയിൽ വിമാനം തകർന്നു വീണതായിരുന്നു റിപ്പോർട്ട്. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് മരണം സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എഞ്ചിൻ തകരാറാണോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ഫെബ്രുവരി 7-ന് തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടത്തിൽ നിസ്സാര പരിക്കുകളോടെ പൈലറ്റ് രക്ഷപ്പെട്ടിരുന്നു. പരിശീലന പറക്കലിന് ശേഷം വ്യോമതാവളത്തിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറിയായിരുന്നു അപകടമുണ്ടായത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അസാധാരണ സംഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്നും രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന ആശങ്ക സാമ്പത്തിക രംഗത്തെയും വ്യാപാര മേഖലയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലോ നമ്മുടെ അയൽപ്പക്കത്തോ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വ്യാപാരം, മാധ്യമം മാത്രമല്ല, ആഗോള ശക്തിയുടെ കേന്ദ്രമായ സമുദ്രങ്ങൾ മാറുന്നുവെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമുദ്രങ്ങളുടെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിച്ചു. നേരത്തെ സമുദ്രത്തെ വ്യാപാരത്തിന് മാത്രമായാണ് കണ്ടിരുന്നത്. ഇപ്പോൾ നയതന്ത്രപരമായ ശക്തി കേന്ദ്രങ്ങളായി സമുദ്രങ്ങൾ മാറുകയാണ്. സാഗർ സങ്കല്പ് എന്ന പേരിലുള്ള സമുദ്രവുമായി ബന്ധപ്പെട്ട് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക സംഘർഷത്തിൽ കോൺഗ്രസ് നിലപാടിനെതിരെ BJP. ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഭീഷണിയായി ഗൾഫ് മേഖലയിൽ ആക്രമണം നടത്തുന്ന ഇറാനൊപ്പം ഇന്ത്യ അന്ധമായി നിൽക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്നും BJP ആരോപിച്ചു. ഇറാൻ ആക്രമണത്തിന്റെ ഇരകളാകുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയാണ്. ഇറാനാണ് എണ്ണക്കപ്പലുകളുടെ പാത തടസ്സപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവയെ പിന്തുണയ്ക്കാനാണ് ആവശ്യപ്പെടുന്നതെന്നും BJP നേതാവ് അമിത് മാളവിയ ചൂണ്ടിക്കാട്ടി. രാജ്യ താൽപര്യത്തിന് അനുസരിച്ചായിരിക്കണം വിദേശ നയം. കോൺഗ്രസിന്റേത് കാലഹരണപ്പെട്ട നയമാണെന്നും BJP അഭിപ്രായപ്പെട്ടു. ഇറാനെതിരായ ആക്രമണത്തിലും ഇന്ത്യൻ നാവികസേന അഭ്യാസത്തിനും ശേഷം തിരികെ പോയ ഇറാന്റെ കപ്പൽ മുക്കിയത് കേന്ദ്രത്തിന്റെ മൗനത്തിനെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തിയത്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിനായി ചെലവഴിച്ച തുക സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചതിനേക്കാൾ കൂടുതലാണ് എന്ന് ഓഡിറ്റിംഗിൽ വ്യക്തമായി. ഇതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. ജസ്റ്റിസുമാരായ V. രാജ, വിജയരാഘവനും KV. ജയകുമാറും അടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓഡിറ്റ് സ്ഥാപനമായ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയത്. ഇത് പരിശോധിച്ച ശേഷമാണ് കോടതി ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനം പറയണമെന്ന് ആവശ്യപ്പെട്ടത്. ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് സംഗമവുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളും. ഇക്കാര്യത്തിൽ ബോർഡ് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൂടാതെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വ്യക്തമായി റിപ്പോർട്ട് നൽകുവാനും ഓഡിറ്റ് സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും നിർദ്ദേശം നൽകുവാനും പറഞ്ഞിട്ടുണ്ട്. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷാവിധി മരവിപ്പിച്ചാൽ ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച് CPM. തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് മാത്രമാണ് വിജയസാധ്യത എന്നത് പരിഗണിച്ചാണ് CPM തീരുമാനം. ആന്റണി രാജുവിനെതിരായ പ്രചരണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനും മുന്നണി തീരുമാനം.
വിധി അനുകൂലമാണ് എങ്കിൽ മത്സരിപ്പിക്കാമെന്ന് CPM ആന്റണി രാജുവിനെ അറിയിച്ചു. തിരുവനന്തപുരത്തെ വിജയസാധ്യതയും പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി വിജയിപ്പിച്ചെടുക്കാൻ നിലവിൽ ബുദ്ധിമുട്ടാണ് എന്നതുമാണ് CPM ആന്റണി രാജുവിലേക്ക് തന്നെ എത്താനുള്ള കാരണം. ആന്റണി രാജുവിനെതിരായ പ്രചരണങ്ങളെ LDF ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാനാകുമെന്നും സംസ്ഥാന വ്യാപകമായ പ്രചാരണം ഉണ്ടായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. ശിക്ഷാവിധി മരവിപ്പിച്ചില്ല എങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ പിന്നാലെ തീരുമാനമെടുക്കാം എന്നാണ് CPM നിലപാട്. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീൽ കോടതി പരിഗണിക്കും. രൂക്ഷമായ വാദമാണ് ഈ ആവശ്യത്തിന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. കോടതിയുടെ അനുമതിയില്ലാതെ അനധികൃതമായാണ് ഒന്നാം പ്രതിയിൽ നിന്നും ആന്റണി രാജു തൊണ്ടിമുതൽ കൈപ്പറ്റിയത്. തൊണ്ടിമുതൽ കൈമാറാൻ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നില്ല. ആന്റണി രാജുവിന്റെ കൈവശം ഇടുന്നപ്പോഴാണ് തൊണ്ടിമുതലും കൃത്രിമം നടത്തിയത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ട് എന്നും വഞ്ചിയൂർ പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തളിപ്പറമ്പിൽ LDF സ്ഥാനാർത്ഥിയായി PK ശ്യാമളയെ നിർത്തുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്ന വിമർശനത്തിൽ പ്രതികരണവുമായി MV ഗോവിന്ദൻ. ഭാര്യാപദം ഇപ്പോൾ എങ്ങനെയാണ് പൊട്ടിമുളച്ചതെന്നും സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചോദിച്ചു. ശ്യാമളയെ താൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പദവികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI നേതാവായിരുന്ന ശ്യാമള പല പദവികളും വഹിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് താനുമായുള്ള വിവാഹം. ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഭാര്യാപദം ഉയർന്നു വരുന്നത് എങ്ങനെയാണ് എന്നും ഗോവിന്ദൻ ചോദിച്ചു. മട്ടന്നൂരിൽ നിന്നും KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റിയതിൽ യോഗത്തിൽ ആരും ഒന്നും അഭിപ്രായപ്പെട്ടില്ല. അതേസമയം തന്നെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിട്ടുമില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. ഇനി സ്പോർട്സ്. പോർച്ചുഗീസ് ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പരിക്ക്. സൗദി പ്രോ ലീഗിൽ അൽ ഹൈക്കെതിരായ മത്സരത്തിലാണ് അൽ നസർ താരമായ റൊണാൾഡോയ്ക്ക് പരിക്കേൽക്കുന്നത്. ക്ലബ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 ആഴ്ചയോളം താരത്തിന് പുറത്തിരിക്കേണ്ടി വരും. മത്സരത്തിന്റെ 81-ാം മിനിറ്റിൽ താരത്തെ കളത്തിൽ നിന്നും പിൻവലിച്ചിരുന്നു. തുടയ്ക്ക് പരിക്കേറ്റതാണ് റോണയ്ക്ക് തിരിച്ചടിയായത്. മെഡിക്കൽ സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണ്. ലോകകപ്പ് അടുത്തിരിക്കെ പരിക്ക് പോർച്ചുഗീസ് ക്യാമ്പിന് ആശങ്കയ്ക്ക് ഇട നൽകുന്നതാണ്. എന്നാൽ ലോകകപ്പിന് 3 മാസം സമയമുണ്ടെന്നിരിക്കെ ക്രിസ്ത്യാനോ കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ എപ്പോഴാണ് താരം മടങ്ങിയെത്തുക എന്നത് സംബന്ധിച്ച് ക്ലബ്ബ് വ്യക്തത വരുത്തിയിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യപൂർവേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ബ്രിട്ടൻ സർക്കാർ ചാർട്ട് ചെയ്ത വിമാനം സ്റ്റാൻഡേർഡ് എയർപോർട്ടിലെത്തി. സർക്കാർ ഒരുക്കിയ ഈ വിമാനം പുറപ്പെട്ടത് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും. ബ്രിട്ടീഷ് സർക്കാർ ഒരുക്കിയ വിമാനത്തിലെത്തിയത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ. സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മേഖലയിൽ നിന്നും ആളുകളെ ഘട്ടം ഘട്ടമായി ഒഴിപ്പിക്കും. UK-യിൽ പുതിയ ഇമിഗ്രേഷൻ നയങ്ങൾ പ്രഖ്യാപിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിനെതിരെ ലേബർ MPമാർ. US-ൽ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ പിന്തുടരുന്നു എന്നാണ് MPമാരുടെ ആരോപണം. എതിർപ്പ് ഉയർന്നാലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഷബാന മഹ്മൂദ്. UK-യുടെ പെർമനന്റ് അഭയാർത്ഥി പദവി അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ്. സഹായം ആവശ്യമില്ലാത്ത അഭയാർത്ഥി അപേക്ഷകർക്ക് ഇനി ഇത് ലഭിക്കില്ല. ഇറാനിലെ US സൈനിക നടപടികൾ അവസാനിപ്പിച്ചാൽ തന്റെ ഭരണകൂടം ക്യൂബയിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിയാമിയിലെ ക്യൂബൻ പാരമ്പര്യമുള്ളവരോട് ക്യൂബയിലേക്ക് മടങ്ങാൻ തയ്യാറാകണമെന്നും ക്യൂബ US-മായി ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ്. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്നതിടെയാണ് അടുത്ത സൈനിക നീക്കം സംബന്ധിച്ച ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്നും നാവികസേന നശിപ്പിക്കപ്പെട്ടുവെന്നും ട്രംപിന്റെ അവകാശവാദം. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഇറാന്റെ അത്യാധുനിക ഡ്രോൺ വാഹിനി കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യത്തിന്റെ കനത്ത ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ എപ്പിക് ഫൂറി എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായി. ഇറാനിൽ 1200-ഓളം പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കുറവുണ്ടതായി റിപ്പോർട്ട്. സൈനിക നടപടികൾ തീവ്രമാക്കിയ അമേരിക്ക. ഇസ്രായേൽ യുദ്ധം 7-ാം ദിവസത്തിൽ. ഇറാന്റെ ഭാവി നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ തങ്ങളുടെ പങ്ക് നിർവഹിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊയ്സദ്ദാനിയെ സ്വീകരിക്കില്ല എന്ന ട്രംപ്. ഇറാനിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന ഒരാളാവണം അടുത്ത നേതാവെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഏതു തരത്തിലുള്ള സൈനിക നീക്കത്തെയും നേരിടാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണെന്ന് അമേരിക്കൻ സൈന്യം കരയുദ്ധത്തിന് മുതിർന്നാൽ അത് അവർക്ക് വലിയ ദുരന്തമായി മാറുമെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജ്. അസമിൽ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ 2 പൈലറ്റുമാർക്ക് വീരമൃത്യു. സ്ക്വാഡ്രൺ ലീഡർ അനുജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ഗുർഗർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞ ദിവസം രാത്രി 7:40-ഓടെയാണ്. വിമാനം തകർന്നു വീണത് വനമേഖലയിലാണ് എന്നാണ് റിപ്പോർട്ട്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിൽ കോൺഗ്രസ് നിലപാടിനെതിരെ BJP. ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഭീഷണിയായി ഗൾഫ് മേഖലയിലെ ആക്രമണം നടത്തുന്ന ഇറാനൊപ്പം ഇന്ത്യ അന്ധമായി നിൽക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്ന് BJP. എണ്ണക്കപ്പലുകളുടെ പാത തടസ്സപ്പെടുത്തുന്ന ഇറാനെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്നും BJP നേതാവ് അമിത് മാളവ്യ.
ആഗോള അയ്യപ്പ സംഗമത്തിനായി ചെലവഴിച്ച തുക സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചതിനേക്കാൾ കൂടുതലാണ് എന്ന് ഓഡിറ്റിംഗ് തെളിഞ്ഞതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി. സംഗമവുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകളും ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന് കണ്ടെത്തൽ. ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കി റിപ്പോർട്ട് നൽകാൻ ഓഡിറ്റിംഗ് സ്ഥാപനത്തിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. തൊണ്ടിമുതൽ കേസിലെ ശിക്ഷാവിധി മരവിപ്പിച്ചാൽ ആന്റണി രാജുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച CPM. ആന്റണി രാജുവിനെതിരായ പ്രചരണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാനും മുന്നണി തീരുമാനം. സമൂഹ മാധ്യമങ്ങളിലടക്കം ഭാര്യയ്ക്കെതിരെ ഉയരുന്ന വിമർശനത്തിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. DYFI നേതാവായിരുന്ന ശ്യാമള പല പദവികളും വഹിച്ചിട്ടുണ്ട് എന്നും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ആരും എതിർത്തിട്ടില്ലെന്നും പാർട്ടി സെക്രട്ടറി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.